ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റാഷിദ ഹെസ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ സ്വന്തം അടിപൊളിയായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബോച്ചി സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. സോറി, ബോച്ചി സാറിനൊന്നും വിളിക്കല്ലേ, സാർ മാറ്റിയിട്ട് ബോച്ചയെന്ന് മാത്രം വിളിച്ചാൽ മതി എന്നായിരുന്നു നമ്മുടെ ബോച്ചയുടെ അഭിപ്രായം. അപ്പോൾ നമുക്കത് കേൾക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ബോച്ചയുടെ വീട്ടിലേക്കാണ്, അതായത് ബോച്ചയുടെ വില്ലയിലേക്ക്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ റോൾസ് റോയ്സ് കാണുന്നുണ്ടായിരുന്നു, ഗോൾഡൻ കളർ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി, അപ്പോഴേക്കും ചായയൊക്കെ തന്ന് ആളെ ട്രോഫീസിൻ്റെ സെക്ഷൻ കണ്ടേക്ക് നമ്മൾ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ പുറത്തുനിന്നുള്ള വ്യൂ അത് നമ്മുടെ സ്വന്തം ശോഭാ സെറ്റിയുടെ പോണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസിലാണ് നമ്മുടെ ഈ ബോച്ചയുടെ വില്ലുള്ളത്. നല്ല അടിപൊളിയായിട്ടാണ് ആൾ നമ്മളെ ഓരോ ടൈമിലും ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആൾ ഫ്രഷ് ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റാക്കി. ദെൻ നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ എടുത്തിട്ടോ അവിടെ ചെന്നിട്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഒരു ചെറിയ മഴയും അങ്ങനത്തെ വലിയൊരു പോണ്ടും ആർക്കായാലും ഇഷ്ടപ്പെടും. ഈ കാണുന്ന നേരായിട്ടുള്ളത് മൊത്തം ഓരോരോ വില്ലാസാണ്. നേരെ ഫ്രണ്ടിലേക്ക് നോക്കിയാലോ നമ്മുടെ സ്വന്തം ശോഭാ സിറ്റി മാളും. പിന്നെ അവരുടെ പണി നടക്കുന്ന പുതിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ആയിക്കോടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഞാനും റിച്ചും പാടെ കുറേ നേരം നടന്ന് ആയിക്കോടെ. പിന്നെ നമ്മളൊരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ ബോച്ചി സാർ ലീവ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ബോച്ചി സാറിനെ ഞാൻ കണ്ടുമുട്ടുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ആളെ കണ്ടപ്പോൾ തന്നെ ആളെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനാണ് ആൾ. അത് ആളെ മീറ്റ് ചെയ്താലും ആളെ സംസാരിച്ചാലും എല്ലാം നമുക്ക് മനസ്സിലാവും. ആളൊരു അടിപൊളി എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ആളുടെ കസേരയിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ കയറി വീഡിയോ എടുത്തത്. കുറച്ചേരം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ബോസ് ആയിട്ടുള്ള ബോച്ച വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ സാധാ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ആളുടെ യൂഷ്വൽ ഔട്ട്ഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടിലും അടിപൊളിയാണ് ആളൊരു സൂപ്പർ വൈബാണ്. നമ്മൾ കുറേ നേരം സംസാരിച്ച് നമ്മൾ ഒപ്പിരുന്ന് ഫുഡ് കഴിച്ച് നമ്മളെപ്പോലെ തന്നെ ഇതിനു മുമ്പ് കുറേ വർഷം ഒപ്പുള്ള ഒരാളുമായിരിക്കാണ് നമ്മളോട് പെരുമാറിയതൊക്കെ. നല്ല അടിപൊളിയായിട്ടൊരു പേഴ്സണാണ്. അതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോച്ച് തന്നെയാണ് വണ്ടി എടുത്തിട്ട് നമ്മളാക്കാൻ വേണ്ടി പോകുന്നത്. അതിലും വലിയ ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. അയാളുടെ റേഞ്ച് റോവറിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അതിൽ കയറി. സത്യം പറയാലോ, റേഞ്ച് റോവറിൽ ഫസ്റ്റ് ആൾ കയറുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വിത്ത് ബോച്ച്. കുറേ ഫാൻസൊക്കെ വന്ന് ഇങ്ങനെ ആളങ്ങനെ ഫോട്ടോ സെൽഫീസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുക ആൾ എത്രത്തോളം ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ബോച്ചയുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ആൾക്ക് പെട്ടെന്നാണ് ഒരു കോൾ വന്നത്. ഒരു ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ. ആൾ നമ്മുടെ പിന്നാലെ ശോഭ സിറ്റി മാളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വരാനിരുന്നായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഷൂട്ടിംഗ് കാരണം ആൾക്ക് പോകേണ്ടി വന്ന്. അങ്ങനെ കുറേ ഫാൻസിനൊക്കെ കണ്ടിട്ടോ. അതിലൊരാളുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ആളൊരു പാവാളാത്തതുകൊണ്ടു നമുക്കും ടാറ്റ കാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോച്ചയ്ക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഷെയ്ക്കൻ്റെ ഒക്കെ തന്ന് ടാറ്റൊക്കെ കാട്ടിയിട്ട് പോയി. ഭയങ്കര സാഡായി. ആൾ കുറച്ചേരം കൂടി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് ആളോട് പറയും ചെയ്തിട്ടോ. അങ്ങനെ പിന്നീട് വന്നത് ബോച്ചേൻ്റെ ഒരു ഡ്രൈവറാണ്, അസിസ്റ്റൻ്റ് ഓ ഡ്രൈവർ. എന്നിട്ട് നമ്മളെ ഷർണൂർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ആളും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.